Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2024 NEET examination base ചെയ്തിട്ട് കേരളത്തിലെ MBBSൻ്റെയും BDSൻ്റെയും തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം ഈ സെയിം ടൈമിൽ തന്നെ ഓൾ ഇന്ത്യയുടെ MBBSൻ്റെയും BDSൻ്റെയും തേർഡ് റൗണ്ടിൻ്റെ ചോയ്സ് ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 12-ാം തീയതിയാണ് ഓൾ ഇന്ത്യയുടെ തേർഡ് റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം MBBSൻ്റെയും BDSൻ്റെയും ഇന്ത്യ മുഴുവനുള്ള 15% ഗവൺമെൻറ് സീറ്റിലേക്കോ അല്ലെങ്കിൽ ഡീംഡ് ക്യാമ്പസുകളിലേക്കോ ഒക്കെ ഒരു സീറ്റിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 12-ാം തീയതി നമുക്കൊരു ക്യാമ്പസ് ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ഇങ്ങനെ അറിയാൻ സാധിക്കുന്നതിലൂടെ നമുക്കിനി കേരളയുടെ തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണോ വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇനി ഓൾ ഇന്ത്യയിൽ ലഭിച്ച ഒരു ക്യാമ്പസ് ആണ് നമുക്ക് എടുക്കാൻ താല്പര്യമെങ്കിൽ 14-ാം തീയതി മുതൽ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ജോയിൻ ചെയ്യേണ്ട ടൈമാണ്. ഇനി ആ ഓൾ ഇന്ത്യയിൽ ലഭിച്ചിരിക്കുന്ന ക്യാമ്പസ് നമുക്ക് താല്പര്യമില്ലെങ്കിൽ കേരളയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ നമുക്ക് തേർഡ് റൗണ്ടിൽ കൃത്യമായി പങ്കെടുക്കാം. MBBSൻ്റെ കേരളത്തിൽ മുഴുവനുള്ള ഗവൺമെൻറ്റിൻ്റെ 85% സീറ്റും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 100% സീറ്റും MBBSൻ്റെയും BDSൻ്റെയും ഈ റേഷ്യോയിലുള്ള മുഴുവൻ സീറ്റുകളിലേക്കും കേരളത്തിലൊരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമുക്ക് കേരള എൻട്രൻസ് കമ്മീഷണറുടെ ഈ തേർഡ് അലോട്ട്മെൻറ്റിലാണ് നമ്മൾ പങ്കെടുക്കേണ്ടത്. ഈ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ നാം പങ്കെടുക്കാൻ കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റായ ckerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് ഓരോ കാൻഡിഡേറ്റും അവർ ലോഗിൻ ചെയ്ത് OTP നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP എൻട്രി ചെയ്ത് നമുക്ക് പ്രൊഫൈലിൽ എൻ്റർ ആയതിനു ശേഷം ഈ ഒക്ടോബർ 15-ന് ഈവനിങ് 5 o'clock വരെ നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്യാം. ഇപ്പോൾ ആർക്കൊക്കെയാണ് ഇത് പങ്കെടുക്കാൻ സാധിക്കുക? നമ്മൾ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ രജിസ്റ്റർ ചെയ്ത് നേരത്തെ 5,000 rupees അടച്ച് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് ഈ തേർഡ് റൗണ്ടിലും പങ്കെടുക്കാൻ സാധിക്കുക. ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ നമുക്കൊരു ക്യാമ്പസ് ലഭിച്ചു, ഇനി മികച്ചൊരു ക്യാമ്പസിലേക്ക് മാറണം, നമുക്ക് ഹയർ ഓപ്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമാണ് തേർഡ് റൗണ്ടിൽ പങ്കെടുക്കേണ്ടത്. അതുപോലെ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ നമുക്കൊരു ക്യാമ്പസ് ലഭിക്കാതിരുന്നവർക്കും തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാം. ഇവിടെ കൺഫേം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ നേരത്തെ എൻട്രി ചെയ്തിരിക്കുന്ന ക്യാമ്പസുകൾ, പുതിയതായിട്ട് കോളേജുകളൊന്നും അനുവദിച്ചിട്ടില്ല, പുതിയ സീറ്റുകളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കാത്തവർക്ക് പുതിയൊരു ക്യാമ്പസ് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ കേരള എൻട്രൻസ് കമ്മീഷനുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ KEAMൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ MBBSനോ BDSനോ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് കോളേജുകൾ കൊടുത്തിട്ടുള്ള ആ ക്യാമ്പസിലേക്ക് തേർഡ് റൗണ്ടിൽ എന്നെ കൺസിഡർ ചെയ്യണം എന്നുള്ള കൺഫർമേഷനാണ് കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ ഇതുവരെ ഒരു അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് നാം ആദ്യം സബ്മിറ്റ് ചെയ്ത മുഴുവൻ ഓപ്ഷൻസും അവിടെ ഉണ്ടാവും. അതിൽ പ്രയോറിറ്റി അനുസരിച്ച് 1, 2, 3 എന്നുള്ള ഓർഡറിലാണ് എൻട്രൻസ് കമ്മീഷണർ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മാർക്കിനോ റാങ്കിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്യാമ്പസ് ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ക്യാമ്പസ് അലോട്ട് ചെയ്യുക. ഇനി ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു, കോളേജിൽ ജോയിൻ ചെയ്തു, ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് ഫീസ് അടച്ച് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും നമുക്കിപ്പോൾ ജോയിൻ ചെയ്തതിനേക്കാൾ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് കുറച്ചുകൂടെ ബെസ്റ്റ് ഒരു ക്യാമ്പസിലേക്ക് മാറണമെന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നാം കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഇനി ഒരു ചേഞ്ച് വന്നാൽ ഈ ക്യാമ്പസിലേക്ക് നാം മാറണം. അതുകൊണ്ട് തന്നെ തേർഡ് റൗണ്ട് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്, ശ്രദ്ധയോടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നാം അലക്ഷ്യമായി ചെയ്തു, ഇപ്പോൾ എടുത്തിരിക്കുന്ന ക്യാമ്പസ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്, പക്ഷേ നാം ശ്രദ്ധിക്കാതെ മുഴുവൻ ഓപ്ഷൻസും കൺഫേം ചെയ്തു. ഇഷ്ടമില്ലാത്തൊരു കോളേജാണ് അടുത്ത റൗണ്ടിൽ കിട്ടുന്നതെങ്കിലും നാം അവിടേക്ക് മാറിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് റൗണ്ടിലേക്ക് നാം എൻ്റർ ആകുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പേജിൽ കയറിയതിന് ശേഷം നാം നേരത്തെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന കോളേജുകളിൽ അല്ലെങ്കിൽ കോഴ്സുകളിൽ ഏതെങ്കിലും ഇഷ്ടമില്ലാത്ത കോഴ്സോ ക്യാമ്പസോ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യണം. പ്രയോറിറ്റി അനുസരിച്ച് റീഅറേഞ്ച് ചെയ്യണം. പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മാർക്കിനോ റാങ്കിനോ അനുസരിച്ച് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതല്ല പ്രയോറിറ്റി, നമ്മുടെ ഇഷ്ടമാണ് പ്രയോറിറ്റി. നമുക്ക് മാർക്ക് എത്രയും ആവട്ടെ, റാങ്ക് എത്രയും ആവട്ടെ, നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടത്തോടെ ആഗ്രഹിക്കുന്ന കോളേജുകൾ 1, 2, 3 എന്നുള്ള ഓർഡറിൽ നാം എൻട്രി ചെയ്യണം. ഇങ്ങനെ എൻട്രി ചെയ്യുന്ന ആ പ്രയോറിറ്റി ലിസ്റ്റിൽ 1, 2, 3 എന്നുള്ള ഓർഡറിൽ തന്നെയായിരിക്കും എൻട്രൻസ് കമ്മീഷണർ ചെക്ക് ചെയ്യുക.
അപ്പോൾ തേർഡ് റൗണ്ടിന് ഒക്ടോബർ 15-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് നാം നേരത്തെ എൻട്രി ചെയ്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും എന്തെങ്കിലും റീഅറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ, ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്തതിന് ശേഷം കൺഫേം ചെയ്ത് സേവ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കേണ്ടത്. ഇങ്ങനെ ഒക്ടോബർ 15-ാം തീയതിക്ക് മുമ്പായി കൺഫർമേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് 16-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെന്റ് എൻട്രൻസ് കമ്മീഷൻ പബ്ലിഷ് ചെയ്യുക. 16-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഈ തേർഡ് റൗണ്ടിൽ കൊടുത്തിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചേഞ്ചാണ് വന്നിരിക്കുന്നത്, ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഈ റീഅറേഞ്ച് ചെയ്യുന്നവർ വീണ്ടും അവിടെ കൺഫേം ചെയ്ത് സേവ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒക്ടോബർ 18-ന് ഫൈനൽ അലോട്ട്മെന്റ്, തേർഡ് റൗണ്ടിന്റെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുക. തേർഡ് റൗണ്ടിന്റെ അലോട്ട്മെന്റ് 18-ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 19-നും 23-നും ഇൻ ബിറ്റ്വീൻ എല്ലാ ഡോക്യുമെന്റ്സുമായി നമ്മൾ കോളേജുകളിൽ ജോയിൻ ചെയ്യണം. ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ നമ്മൾ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തേർഡ് റൗണ്ടിൽ ഒരു കോളേജ് ലഭിച്ചാൽ നാം ഇവിടുന്നുള്ള ഡോക്യുമെന്റ്സ് എല്ലാം വാങ്ങി തേർഡ് റൗണ്ടിൽ ലഭിച്ച കോളേജിലേക്ക് ആ കോഴ്സിൽ പോയി നാം ജോയിൻ ചെയ്യണം. തേർഡ് റൗണ്ടിൽ ഒരു ക്യാമ്പസ് അനുവദിച്ചില്ലെങ്കിൽ പഴയ കോളേജ് തന്നെ ആയിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അതൊരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇതുവരെ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ ഒരു കോളേജും കോഴ്സും ലഭിച്ചിട്ടില്ല, അവർക്കിനി സ്ട്രേ വേക്കൻസി പങ്കെടുക്കാം. ഈ വർഷത്തെ കേരളത്തിൻ്റെ കീമിൻ്റെ സ്ട്രേ വേക്കൻസിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്ടോബർ 25-ന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനി സ്ട്രേ വേക്കൻസിയിൽ ആർക്കൊക്കെ പങ്കെടുക്കാം, ഏതൊക്കെ കോളേജ് ആയിരിക്കും ബാക്കി ഉണ്ടാവുക എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ എൻട്രൻസ് കമ്മീഷനുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അത് 25-ന് സ്ട്രേ വേക്കൻസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന പുതിയ നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഓൾ ഇന്ത്യയുടെ തേർഡ് റൗണ്ടും കേരളയുടെ തേർഡ് റൗണ്ടുമാണ്. ഓൾ ഇന്ത്യ വഴി ഒരു സീറ്റ് ആഗ്രഹിക്കുന്നവർ, ഇല്ലെങ്കിൽ കേരളത്തിൽ എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവർ പോലും നാം ഒരു റിസ്ക് എടുക്കാതെ ഓൾ ഇന്ത്യ വഴി അപ്ലൈ ചെയ്ത് ഓൾ ഇന്ത്യ വഴി ഒരു സീറ്റ് നേടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റ് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് കേരളയുടെ തേർഡ് അലോട്ട്മെന്റിലൂടെ മുന്നോട്ട് പോകാം. ഓൾ ഇന്ത്യയിൽ ഒരു കോളേജ് ലഭിച്ചു, നമുക്കത് താല്പര്യമില്ലെങ്കിൽ നാം ജോയിൻ ചെയ്യാതിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, കേരളയുടെ തേർഡ് റൗണ്ടിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് ഈ ഡേറ്റിൽ തന്നെ നമുക്കൊരു കോളേജ് അനുവദിക്കുമ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കേരളയുടെ തേർഡ് റൗണ്ടിൽ ഒരു ക്യാമ്പസ് ലഭിക്കുന്നില്ലെങ്കിൽ ഓൾ ഇന്ത്യയുടെ തേർഡ് റൗണ്ട് വഴി ഒക്ടോബർ 19-ാം തീയതി വരെ ജോയിനിങ് ടൈം ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് കേരളയുടെ 18-ാം തീയതി അലോട്ട്മെന്റ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ 19-ാം തീയതി വരെ ഓൾ ഇന്ത്യയിൽ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ കേരള വഴി ലഭിക്കുന്നില്ലെങ്കിൽ ഓൾ ഇന്ത്യ വഴി ഒരു കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ജോയിൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് MBBSൻ്റെയും BDSൻ്റെയും ഇന്ത്യ മുഴുവനുള്ള തേർഡ് റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റിലും കേരളയുടെ അലോട്ട്മെൻറ്റിലും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ പങ്കെടുക്കുക. ഇനി ഈ സെയിം ടൈമിൽ തന്നെ ഈ തേർഡ് റൗണ്ട് MBBSൻ്റെയും BDSൻ്റെയും തേർഡ് റൗണ്ട് കഴിയുന്ന സമയത്ത് തന്നെ ഇനി ബാക്കി വരുന്ന അലൈഡ് കോഴ്സുകൾ നമുക്കറിയാം, ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ഇങ്ങനെ വരുന്ന മുഴുവൻ കോഴ്സുകളിലേക്കുമുള്ള അലൈഡ് കോഴ്സുകളുടെ തേർഡ് റൗണ്ട് ഈ MBBSൻ്റെയും BDSൻ്റെയും തേർഡ് റൗണ്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഈ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിലെല്ലാം തന്നെ കൃത്യമായിട്ട് ഡേറ്റുകൾ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഓപ്ഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കുക. ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറിനെ ബേസ് ചെയ്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ആൽഫയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അറിയാനും സാധിക്കും. ഇനി ഈ സമയത്ത് തന്നെ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് നാം എൻ്റർ ആയതിനു ശേഷം ഈ തേർഡ് റൗണ്ടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട നോട്ടിഫിക്കേഷൻസ് എൻട്രൻസ് കമ്മീഷനുടെ പ്രോസ്പെക്ടസിൽ വന്നിട്ടുണ്ട്, വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ആ ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. നോട്ടിഫിക്കേഷൻസ് ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കുക, കൃത്യമായിട്ട് ഓപ്ഷൻസ് കൊടുക്കുക. നമുക്ക് അർഹതപ്പെട്ട ഒരു ക്യാമ്പസ് നേടിയെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം തന്നെ ഈ തേർഡ് റൗണ്ട് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനി സ്ട്രേ വേക്കൻസി വരുന്ന സമയത്ത് നമുക്കൊരു ക്യാമ്പസിലേക്ക് മികച്ച നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു MBBSൻ്റെയോ BDSൻ്റെയോ അല്ല അലൈഡ് കോഴ്സുകളുടെയോ ഏതെങ്കിലും ഒരു അർഹതപ്പെട്ട നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നല്ല ക്യാമ്പസ് ലഭിച്ചില്ലെങ്കിൽ 2025 എക്സാമിനേഷൻ നമ്മുടേതാക്കി മാറ്റും, ഏറ്റവും മികച്ചൊരു ക്യാമ്പസിൽ ഞാൻ എത്തിച്ചേരും എന്നൊരു ദൃഢനിശ്ചയം നാം എടുക്കുക. നമ്മളൊന്നും പരാജയപ്പെടുന്നവരല്ല. ഫെയിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നാണ്. നാം ലേൺ ചെയ്യാൻ തീരുമാനിച്ചാൽ
നാം വിജയം നേടണമെന്ന് ആഗ്രഹിച്ചാൽ അത് നേടി തന്നെ നമുക്ക് മടങ്ങാൻ സാധിക്കും. അങ്ങനെ 2025 എക്സാമിനേഷൻ ഏറ്റവും മികച്ചതാക്കാനും ഏറ്റവും നല്ല റിസൾട്ട് നേടാനും ആൽഫയുടെ റിപ്പീറ്റഡ് ബാച്ചിലോ ലോങ് ടൈം കോച്ചിങ്ങിലോ 10ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് സ്ട്രെസ് ഫ്രീ ആയി എൻട്രൻസ് പഠിക്കാൻ, റിപ്പീറ്റ് ചെയ്യാതെ പഠിക്കാനുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പാർട്ടായോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അങ്ങനൊരു സിസ്റ്റത്തിൻ്റെ പാർട്ടാകാനും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ, വിജയിക്കാൻ വേണ്ട കഴിവുകൾ നിങ്ങളിൽ വളർത്തിയെടുക്കാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.